നിന്നെ വിളിക്കും. അവൾ പറഞ്ഞു അവൾ എന്നെ വിളിക്കുമെന്ന്. അപ്പൊ ഇവിടെ ഈ രണ്ട് സെന്റൻസ് ഒരുപോലെ നമുക്ക് തോന്നുന്നുണ്ട്, പക്ഷെ എന്തോ ഒരു വ്യത്യാസമുണ്ട്. എന്താ അത്? ഒന്നില് ഞാൻ നിന്നെ വിളിക്കും എന്നാണ് പറയുന്നത്, മറ്റൊന്നില് എന്നെ വിളിക്കുമെന്ന് ആരോ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം ഒരു കാര്യം ചെയ്യും എന്ന് പറയണമെങ്കിൽ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഞാൻ നിന്നെ വിളിക്കും. ഒരു കാര്യം സംഭവിക്കും അല്ലെങ്കിൽ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഭാവിയിൽ നമ്മൾ ചെയ്യും അല്ലെങ്കിൽ സംഭവിക്കും എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ വിൽ എന്നുള്ളൊരു വാക്കാണ് യൂസ് ചെയ്യുന്നത്, വിൽ. അപ്പൊ ഞാൻ നിന്നെ വിളിക്കും എന്നാണെങ്കിൽ ഐ വിൽ. പിന്നെ എന്ത് ചെയ്യും എന്നാ പറയുന്നത്? വിളിക്കും എന്നാണ്. നോർമലി നമ്മൾ വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ കോൾ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വിളിക്കും, അതായത് ഭാവിയിൽ ചെയ്യും എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എങ്ങനെ പറയും? ഞാൻ നിന്നെ വിളിക്കും, ഐ വിൽ കോൾ എന്ന് പറയും. സോ വിളിക്കും എന്ന് പറയുമ്പോൾ വിൽ കോൾ. ഇതേ കാര്യം അവൾ പറഞ്ഞു അവൾ എന്നെ വിളിക്കുമെന്ന്. അങ്ങനെ നമ്മളൊരു മൂന്നാമത്തെ ആളോട് പറയാന്ന് വിചാരിച്ചോ, അതായത് ഞാൻ നിന്നെ വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് നിങ്ങൾ മൂന്നാമത്തെ ആളുടെ അടുത്തോ അല്ലെങ്കിൽ വേറെ ആളുകളുടെ അടുത്തോ പറയാണ്, അവൾ പറഞ്ഞു അവൾ എന്നെ വിളിക്കുമെന്ന്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കും നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് തുടങ്ങാം. അവൾ പറഞ്ഞു. അപ്പൊ അവൾ പറഞ്ഞു നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? അവൾ എന്ന് പറയുമ്പോൾ ഷീ, പറഞ്ഞു എന്ന് പറയുമ്പോൾ സെഡ് അല്ലെങ്കിൽ ടോൾഡ്. സോ ഷീ സെഡ്, അവൾ എന്താ പറഞ്ഞേ? അവൾ എന്നെ വിളിക്കുമെന്ന്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ സബ്ജക്ട്, അവളുടെ കാര്യമാണ് പറയുന്നത്. സോ ഷീ. ഇനി വിളിക്കുമെന്ന് എന്നെങ്ങനെ പറയും? വിളിക്കും എന്നുള്ളതിന് നമുക്ക് വില്ല് യൂസ് ചെയ്യാം, വിൽ കോൾ എന്ന് പറയാം. പക്ഷെ വിളിക്കുമെന്ന് പറഞ്ഞു, അപ്പൊ നമുക്ക് വില്ല് യൂസ് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ വില്ലിന്റെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. അതായത് ഷീ സെഡ് ഷീ വുഡ് കോൾ എന്നാകും. അതായത് വിളിക്കും എന്ന് പറയുമ്പോൾ വിൽ കോൾ, വിളിക്കുമെന്ന് പറഞ്ഞു അങ്ങനത്തെ സാഹചര്യത്തിൽ വില്ല് മാറ്റിയിട്ട് അവിടെ വുഡ് വരും. സോ വുഡ് കോൾ. സോ എങ്ങനെ ഈ സെന്റൻസ് പറയും? ഷീ സെഡ് ഷീ വുഡ് കോൾ മീ, എന്നെ എന്നുള്ളതിന് പകരം മീ. ഇനി ഞങ്ങൾ നാളെ ക്ലാസ്സിൽ വരും. ഞങ്ങൾ നാളെ ക്ലാസ്സിൽ വരും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം? ആരെ പറ്റിയിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഈ കാര്യം ചെയ്യുന്നത്, അത് പറഞ്ഞു വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഇവിടെ ഞങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അല്ലെ? സോ ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി. ഇനി ഞങ്ങൾ നാളെ ക്ലാസ്സിൽ വരും. ഞങ്ങൾ എന്ത് ചെയ്യും എന്നാ പറയുന്നത്? വരും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാ പറയാ? വരിക എന്നുള്ളതിന് നമ്മൾ കം എന്നാണ് പറയുന്നത്. പക്ഷെ വരും എന്നാകുമ്പോൾ ഭാവിയിലെ കാര്യമാണ്, പിന്നെ ചെയ്യും എന്ന് പറയുന്നത് നാളത്തെ കാര്യമാണ് പറയുന്നത്. സോ വി വിൽ കം. എങ്ങോട്ടേക്ക് വരും? ക്ലാസ്സിലേക്ക്. അപ്പൊ നമ്മളിവിടെ വെറുതെ വി വിൽ കം ക്ലാസ് എന്ന് എഴുതിയാൽ മതിയോ? പോരാ. അതിന് പകരം നമ്മൾ എന്ത് ചേർക്കണം? ക്ലാസ്സിലേക്ക്, ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഏത് സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നതെന്ന് കാണിക്കാനായിട്ട് വി വിൽ കം ടു ക്ലാസ് അല്ലെങ്കിൽ വി വിൽ കം ടു ദ ക്ലാസ്. ഇനി എന്ന് വരും എന്നാണ് പറയുന്നത്? നാളെ വരും. സോ വി വിൽ കം ടു ദ ക്ലാസ് ടുമോറോ. ഓക്കെ. ഇനി അവർ പറഞ്ഞു അവർ നാളെ ക്ലാസ്സിൽ വരുമെന്ന്. സോ അവർ പറഞ്ഞ കാര്യം നമ്മൾ വേറെ ആളോട് പറയാ. അവർ പറഞ്ഞു. അവർ പറഞ്ഞു എന്ന് പറയുമ്പോൾ ദേ സെഡ്. അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞു അവർ നാളെ ക്ലാസ്സിൽ വരുമെന്ന്. അപ്പൊ ദേ സെഡ്, ദേ. വരും എന്നുള്ളത് വിൽ കം. ഇനി വരുമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? വുഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ദേ സെഡ് ദേ വുഡ് കം. എങ്ങോട്ടേക്ക് വരും? ക്ലാസ്സിലേക്ക്. ദേ വുഡ് കം ടു ദ ക്ലാസ്. ഇനി നാളെ എന്നാണെങ്കിൽ ടുമോറോ. നമുക്ക് അടുത്ത ദിവസം എന്നാണ് പറയുന്നതെങ്കിൽ ദ നെക്സ്റ്റ് ഡേ എന്ന് പറയാം. സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നാളത്തെ കാര്യം തന്നെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ടുമോറോ എന്ന് ആഡ് ചെയ്യാം. അല്ലാതെ അടുത്ത ദിവസം എന്നാണ് പറയുന്നതെങ്കിൽ ദ നെക്സ്റ്റ് ഡേ. സോ ദേ സെഡ് ദേ വുഡ് കം ടു ദ ക്ലാസ് ടുമോറോ, അല്ലെങ്കിൽ ദേ സെഡ് ദേ വുഡ് കം ടു ദ ക്ലാസ് ദ നെക്സ്റ്റ് ഡേ. ഇനി അവൻ ഭക്ഷണം കഴിക്കും. അവൾ പറഞ്ഞു അവൻ നാളെ ഭക്ഷണം കഴിക്കുമെന്ന്. ഈ രണ്ട് സെന്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾ കോമെന്റ് ചെയ്യുക. അതിലിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോമെന്റ് ചെയ്യാം. ഉറപ്പായിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു. English Mitra. Stop worrying, start learning.